എപ്പോൾ ഞാൻ വന്നാലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ അങ്ങ് മാറ്റി നിർത്തും. ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? വീട്ടിലൊരാൾ താമസത്തിന് വന്നിട്ട് അതിനെക്കൊണ്ട് ഇതാ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നല്ലേ വിചാരിച്ചോട്ടെ. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാ പറഞ്ഞേക്ക് അടുക്കളപ്പണിക്ക് തന്നെയാ ഞാൻ വന്നേക്കണേന്ന്. വേണ്ട മോളെ, എനിക്കിത് കാണുമ്പോ എന്തോ വല്ലാത്തൊരു വിഷമോ തോന്നണേ. മോളിങ്ങനെ ഈ പണിയൊക്കെ ചെയ്ത് അതിനെന്തിനാ വിഷമിക്കണ്? നട്ടുച്ച നേരത്ത് നടു റോഡിൽ നിന്ന് കല്ലും കട്ടയും പെറുക്കുന്ന പണിയൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നേ. ചെറിയ രീതിയിൽ ചില പാചക പരീക്ഷണം. എന്ത് ചെയ്യാം, ഇതെന്റെ ഒരു ഹോബി ആയി പോയില്ലേ. എന്ത് പറഞ്ഞിട്ടെന്താ, വന്ന് വന്ന് എനിക്കിപ്പോ അടുക്കള കയറാനേ പറ്റാതെയായി. അത് നല്ലതല്ലേ അമ്മേ? അങ്ങനെയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. കുറഞ്ഞത് ഗ്രീഷ്മ പോകുന്നത് വരെയെങ്കിലും. അതെ, ചുമ്മാ റെസ്റ്റ് എടുക്കണ്ട. കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് അങ്ങനെ മെല്ലെ മെല്ലെ അയവിറക്കി അതൊരു സുഖമല്ലേ? ഇവിടെ ചിലരൊക്കെ ഇപ്പോ ആ സുഖം അനുഭവിച്ചോണ്ടിരിക്കുക. ഗ്രീഷ്മ വേണ്ട. ദാ ഇപ്പൊ മനസ്സിലായില്ലേ ആളാരാണെന്ന്? കുറേശ്ശെ അലിഞ്ഞു തുടങ്ങി ശാരദാമ്മേ ഇയാളുടെ മനസ്സ്. സുഖം എന്നൊരു പേര് കേട്ടാ ചെകുത്താൻ കുരിശു കാണുന്ന പോലെ ആയിരുന്നില്ലേ മുഖഭാവം? ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങി. എന്ന് പറഞ്ഞാ സുഖുവേട്ടന്റെ ശബ്ദം കേൾക്കണം, സുഖുവേട്ടനെ കാണണം എന്ന് വരെയൊക്കെ ആയി. ഞാൻ ആരെയും കാണണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കാരെയും കാണും വേണ്ട, സംസാരിക്കുകയും വേണ്ട. വേണ്ട മോളെ, പുറമെ എത്ര കാണിച്ചാലും വാശിയും വൈരാഗ്യം ഒന്നും മനസ്സിലുണ്ടാവണ്ട. അതുകൊണ്ട് ഒന്നും നേടാനില്ല, വെറുതെ നശിക്കാന്നേ ഉള്ളൂ. നമ്മള് പെണ്ണുങ്ങളാ മോളെ താന്നു കൊടുക്കേണ്ടത്. താഴ്ന്നതാമേ ഭൂമിയോളം. എന്നിട്ടും ചവിട്ടിയാ അങ്ങനെ അങ്ങ് കൈ കെട്ടി നിൽക്കരുത്. അതാ കല്യാണിക്ക് പറ്റിയ കുഴപ്പവും. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങള് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണം. അല്ലാതെ എല്ലാം സഹിച്ച് കരഞ്ഞോണ്ടിരുന്ന എന്നും അങ്ങനെ ഇരിക്കാനേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ചെറിയ പ്രായമാ. അമ്മ അങ്ങനെയല്ല, ഒരുപാട് ജീവിതം കണ്ടതാ. അതിൽ നിന്നുള്ള അനുഭവം വെച്ച അമ്മ പറയുന്നത്. അവരിങ്ങോട്ട് ചെയ്യുന്ന പോലെ തിരിച്ചും ചെയ്യാൻ പോയാ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. കുറെയൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം. എത്രയൊക്കെ അമ്മ അങ്ങനെ കരുതുന്നത്? എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ സുഖേട്ടനല്ലെന്ന് പറയുന്നിടത്തോളം വരെ എത്തിയില്ലേ കാര്യങ്ങൾ? അതത്ര നിസ്സാരമായിട്ട് തോന്നുന്നുണ്ട് അമ്മയ്ക്ക്? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഇനി എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ട കല്യാണി. സ്വന്തം തെറ്റ് മനസ്സിലാക്കി സുഖുവേട്ടനൊരിക്കൽ തിരിച്ചു വരും. ഇല്ല, അതുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. നമ്മൾ ഉറപ്പിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാം നടക്കുന്നത്. സത്യം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഇനി ഒരു തെറ്റും ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പോടെ മനസ്സ് നിറഞ്ഞ പശ്ചാത്താപത്തോടെ അയാൾ വന്ന് വിളിച്ച പോകാതിരിക്കാൻ കഴിയോ കല്യാണിക്ക്? ഞാൻ പോവില്ല, ഞാൻ എങ്ങും പോവില്ല. എനിക്കിനി വേണ്ട അയാളെ. ഈ വാക്കുകൾക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്നൊരു വികാരം എനിക്ക് മനസ്സിലാവും.
ആ വികാരമാ ഇന്ന് കല്യാണി കൊണ്ട് അങ്ങോട്ട് ഫോൺ ചെയ്യിച്ചത്. അത് കല്യാണി എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും മറന്നേക്ക് പുറത്തു വരും. കാരണം എല്ലാത്തിനും അപ്പുറം ഒരു സത്യമുണ്ട്. കല്യാണിയുടെ ഉള്ളിൽ തുടിക്കുന്ന കുരുന്നു ജീവന്റെ അച്ഛനാണ് അയാളെന്നുള്ള സത്യം. അത് മറക്കാൻ കല്യാണിക്കെന്നല്ല ഒരു പെണ്ണിനും കഴിയില്ല. സുഖുവേട്ടൻ വന്ന് വിളിച്ചാ കല്യാണി പോകണം. അതിനൊരു വഴിയുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ചെറിയ ശ്രമം. വേണ്ട ഗ്രീഷ്മ, അത് വേണ്ട. ഗ്രീഷ്മയെന്നല്ല, ആര് ശ്രമിച്ചാലും ഞാൻ തിരിച്ചു പോവില്ല. സത്യം ഞാനീ പറയുന്നേ. വേണ്ട, പോണ്ട. എന്നാലും എനിക്കൊന്ന് ശ്രമിക്കാലോ. അതിപ്പോ കല്യാണി വേണ്ടാന്ന് പറഞ്ഞാലേ ഞാൻ ചെയ്യും. ഡൽഹിന്ന് അച്ഛനും ദേവുമായിരിക്കും. ഞാൻ നോക്കട്ടെ. ഹലോ. ആ അമ്മേ, ഇത് ഞാനാ, ദേവു. ആ, മനസ്സിലായി മോളെ. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളാവുന്ന്. അച്ഛനെവിടെ? എല്ലാം ഭംഗിയായി നടത്തി തരണേന്ന്. ഇനിയിപ്പോ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നു കിട്ടിയാ മതി. എന്ന് വെക്കട്ടെ അമ്മേ, ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ശരി. ആ പിന്നെ അച്ഛന്റെ കാര്യം ശ്രദ്ധിച്ചോണേ മോളെ. ഒന്നാമതേ സുഖമില്ല, പിന്നെ ഇത്രയും ദൂരം യാത്രയും. ഓ, ഉത്തരവ്. അപ്പൊ ശരിയെന്നാ. ശരി മോളെ. അവരായിരുന്നോ? ആ, എന്തു പറഞ്ഞു? ടെസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. എളുപ്പമായിരുന്നെന്ന് ചോദിച്ചില്ലേ അമ്മേ? വലിയ കുഴപ്പമില്ലായിരുന്നെന്നാ പറഞ്ഞേ. വൈകിട്ടത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ആഹാ, ഇന്നെ തിരിക്കോ? അച്ഛൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാ മതിയെന്നേ കാണൂ. പാവം, ആരോഗ്യം പോലും നേരെയല്ലാത്ത ഈ അവസ്ഥയില് ഇത്രയും യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഭക്ഷണം ഒന്നും ശരിയായി കാണില്ല. ഇവിടെയാണെങ്കിൽ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വാ. പാവയ്ക്ക വാങ്ങാൻ മറക്കരുത്. പാവയ്ക്ക തീയല അച്ഛന് ഏറ്റവും ഇഷ്ടം. ആ, ഇപ്പൊ തന്നെ റെഡിയായിട്ട് പൊയ്ക്കോ. ധൃതി പിടിക്കാതെ ശാരദാമേ. ഡൽഹിന്ന് പറഞ്ഞ കോട്ടയത്തിനപ്പുറത്താന്ന ശാരദാമ്മയുടെ വിചാരം? 2 ദിവസം മുഴുവൻ ട്രെയിനിലിരുന്നാലേ ഇങ്ങ് എത്താൻ പറ്റൂ. പച്ചക്കറിയൊക്കെ അപ്പോഴേക്കും വാങ്ങിയാ പോരെ? അയ്യോ, ഞാനത് ഓർത്തില്ല മോളെ. അല്ലേലും ഈ അമ്മ അങ്ങനെയാ. അച്ഛന്റെ കാര്യം പറയുമ്പോ മറ്റൊന്നും ഓർക്കില്ല. അമ്മ മാത്രമല്ല, മോളും അങ്ങനെ തന്നെയാ. ഭർത്താവിന്റെ കാര്യം ഓർക്കുമ്പോ പിണക്കം എല്ലാം അങ്ങ് മറന്നുപോകും. പിന്നെ നമ്മുടെയൊക്കെ മുമ്പിൽ അതൊക്കെ കാണിക്കാതെ അങ്ങ് അഭിനയിക്കുന്നു. അതല്ലേ സത്യം? അല്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത എന്താ ഗ്രീഷ്മയ്ക്ക്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അല്ലേലും ഈ അമ്മ അങ്ങനെയാ. അച്ഛന്റെ കാര്യം പറയുമ്പോ മറ്റൊന്നും ഓർക്കില്ല. അമ്മ മാത്രമല്ല, മോളും അങ്ങനെ തന്നെയാ. ഭർത്താവിന്റെ കാര്യം ഓർക്കുമ്പോ പിണക്കം എല്ലാം അങ്ങ് മറന്നുപോകും. പിന്നെ നമ്മുടെയൊക്കെ മുമ്പിൽ അതൊക്കെ കാണിക്കാതെ അങ്ങ് അഭിനയിക്കുന്നു. അതല്ലേ സത്യം? അല്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത എന്താ ഗ്രീഷ്മയ്ക്ക്? പറയുന്നതിനപ്പുറം മനസ്സിലുള്ളത് അറിയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് കൂട്ടിക്കോ. എന്തായാലും അവരിങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഗ്രീഷ്മ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ അങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സർപ്രൈസ് അല്ലേ? അതാ ഗ്രീഷ്മയുടെ ഒരു സ്റ്റൈൽ. സിനിമയിലെ രജനീകാന്ത് ഒക്കെ പറയുന്ന പോലെ
ഏം വഴി, തനി വഴി. എക്സ്ക്യൂസ് മീ, എനിക്ക് സുകുമാരൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അതാ, താങ്ക്സ്. ഈ റെസീറ്റും റേഷൻ കാർഡുമായിട്ട് നാളെ സാറിനെ ഒന്ന് കണ്ടാൽ മതി. ശരി സാർ. ആ എന്താ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഇരിക്കൂ. എൻ്റെ പേര് ഗ്രീഷ്മ. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ പറയൂ. എൻ്റെ അച്ഛന് ഈ വില്ലേജിന്റെ പരിധിയിൽ കുറച്ച് സ്ഥലമുണ്ട്. അതിന്റെ ഒരു പോക്ക് ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ വന്നത്. അച്ഛനെവിടെ? അച്ഛൻ ഗൾഫിലാ. അതാ എനിക്ക് അറിയേണ്ടത്. അച്ഛനില്ലാതെ ആ സ്ഥലത്തിന്റെ പോക്കുവരവ് നടത്താൻ പറ്റുമോ? ഇല്ല. ആരുടെ പേരിലാണ് സ്ഥലം അയാൾ തന്നെ വരണം. പക്ഷേ ചിലരൊക്കെ അങ്ങനെ ആളില്ലാതെ നടത്താറുണ്ടല്ലോ. അങ്ങനെ നടത്താൻ പറ്റില്ല. പോക്കൂര് നടത്തുമ്പോൾ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമ ഉണ്ടാവണം. എന്നാലും വേണമെന്ന് വെച്ചാൽ നടത്താൻ പറ്റും, ഇല്ലേ സാർ? എനിക്കാണെങ്കിൽ അത് പെട്ടെന്ന് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി അച്ഛൻ എന്നെ ഗൾഫിൽ നിന്ന് വരുത്തുക എന്നൊക്കെ പറഞ്ഞാ സൈൻ ചെയ്യേണ്ട പ്രശ്നമല്ലേ? അച്ഛന്റെ സൈൻ അതേപടി ഞാനിടാം സാർ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. പക്ഷേ സാറ് വിചാരിച്ചാ നടക്കും. എനിക്ക് വേണ്ടി ഒന്ന് വിചാരിക്കണം സാർ. ഇത് അഡ്വാൻസാ. സാറ് സമ്മതിച്ച ആധാരമായിട്ട് ഞാൻ നാളെ വരാം. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം സാർ. ഇത് എത്ര ഉണ്ട്? സാർ എണ്ണി നോക്ക്. ഒരു കാര്യം ചെയ്യും, ആധാരമായിട്ട് നാളെ വാ. ശരി സാർ, താങ്ക്സ് എ ലോട്ട്. ആ പിന്നെ സാർ, ഞാനിപ്പോ തന്ന പണം ഉണ്ടല്ലോ, അതെനിക്ക് വിജിലൻസ് എന്നോ ആന്റി കറപ്ഷൻ എന്നോ അങ്ങനെ എന്തോ ഒന്നിൽപ്പെട്ട കുറച്ച് ആളുകൾ തന്നതാ സാറിന് തരാൻ. എന്താ പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞതാ സാർ. എന്നാലും ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, അല്ലേ സാർ? അതെനിക്കറിയാം. സാറിന് അറിയാവുന്നത് സ്വന്തം ഭാര്യയെ വിശ്വസിക്കാതിരിക്കാൻ മാത്രമല്ലേ? എന്താ ശരിയല്ലേ? എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താ സാർ ഇങ്ങനെ ഒരു വാശി? എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട്. സാറിനോട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വന്നില്ലെങ്കിൽ വല്ല വിജിലൻസുകാരോ ആന്റി കറപ്ഷൻ വിങ്ങോ വന്ന് പിടിച്ചോണ്ട് പോയാ എന്നെ കുറ്റം പറയരുതേ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട്. സാറിനോട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വന്നില്ലെങ്കിൽ വല്ല വിജിലൻസുകാരോ ആന്റി കറപ്ഷൻ വിങ്ങോ വന്ന് പിടിച്ചോണ്ട് പോയാ എന്നെ കുറ്റം പറയരുതേ.
സാറ് വന്നോ? അപ്പോ കാര്യം പറഞ്ഞാ സാറിന് മനസ്സിലാവും അല്ലേ? നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ ഗ്രീഷ്മ. പിന്നെ ഗൾഫിലുള്ള അച്ഛനും സ്ഥലത്തിന്റെ പോക്കുവരും ചുമ്മാ. അതല്ല എനിക്കറിയേണ്ടത്. പറയാം. ഞാനിപ്പോ താമസിക്കുന്നത് സാറിന്റെ ഭാര്യയുടെ കൂടെയാണ്. എന്നുവെച്ചാ മേനോൻ മാഷിന്റെ വീട്ടില്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടത് എനിക്കല്ല, കല്യാണിക്കാ. കല്യാണിക്ക് അവളുടെ ഭർത്താവിനെ, അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനെ വേണം. അയ്യോ, ഈ ഓഫീസിൽ ആ കച്ചവടമില്ല. സുഖമായിട്ട് ഒന്ന് നിക്ക്. ഞാൻ പെട്ടെന്ന് സാറിൽ നിന്ന് സുഖുവേട്ടനിലേക്ക് ചാടിപ്പോയതില് ക്ഷമിക്കണം. എനിക്ക് നിങ്ങൾ അത്രയ്ക്കറിയാം, കല്യാണി പറഞ്ഞ്. അവളുടെ വക്കാലത്തുമായി ഇവിടെ ആരും വരണ്ട. അവൾ എനിക്കിനി കാണും വേണ്ട. വേണ്ട, കാണണ്ട. പക്ഷേ അവള് കുറെ മാസങ്ങൾ കഴിയുമ്പോ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അതിനെ കാണാനും വന്നേക്കരുത്. എന്തിനാ വരുന്നത്? അത് സുഖുവേട്ടന്റെ കുഞ്ഞല്ലല്ലോ, അല്ലേ? എത്രയൊക്കെ എതിർത്താലും ഉള്ളിന്റെ ഉള്ളിൽ സുഖുവേട്ടൻ അറിയാം അത് സുഖുവേട്ടന്റെ തന്നെ രക്തമാണെന്ന്. പിന്നെ ചെയ്തു പോയൊരു അബദ്ധം മറയ്ക്കാൻ അതിലിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക സുഖുവേട്ടൻ. ശരി, ഉപദേശങ്ങൾക്ക് നന്ദി. കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. കഴിഞ്ഞിട്ടില്ല, ഒരല്പം കൂടി. ഒരിക്കൽ വന്നുപോയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ തലയിലേറ്റേണ്ടി വന്ന ഒരു അപഖ്യാതിയുടെ ദുരന്തങ്ങളാ അവളുടെ ജീവിതം ഈ നിലയിലെത്തിച്ചത്. എല്ലാം മനസ്സിലാക്കി സുഖുവേട്ടൻ അവളെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയപ്പോ അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. നഷ്ടപ്പെടുന്നു തോന്നിയ ജീവിതം തിരിച്ചു കിട്ടുന്നു. പക്ഷേ വേണ്ട, കഥ പറഞ്ഞ് വെറുതെ സമയം മെനക്കെടുത്തണ്ട. ഇല്ല. പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കണം. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാ അവൾക്ക് പറയാൻ ഇപ്പൊ ഒരു മറുപടിയില്ല. അവൾക്കുണ്ടാവുന്ന കുഞ്ഞു വളർന്ന് വലുതാവുമ്പോ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അതിന് പറയാനും ഒരു മറുപടി ഉണ്ടാവാതിരിക്കരുത്. ഭർത്താവും അച്ഛനുമായിട്ട് ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അവള് നിങ്ങളെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അവൾക്ക് അതേ കഴിയൂ. ഈ നിമിഷം സുഖുവേട്ടനൊന്ന് അവളെ വിളിച്ചു നോക്ക്. അവള് വരും സുഖുവേട്ടന്റെ കൂടെ. ആകാവുന്നതിന്റെ പരമാവധി അവള് സഹിച്ചില്ലേ? ഇനി അവളെ ഇങ്ങനെ വേദനിപ്പിക്കണോ? ഒന്ന് വിളിച്ചൂടെ? അവൾ അനുഭവിക്കുന്ന ശിക്ഷ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുകൂടെ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്.